എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയയ്ക്കെതിരായ 4ാം ടെസ്റ്റിന്റെ 2ാം ദിവസവും ഇന്ത്യക്ക് നിരാശയാണ്. ഇന്നത്തെ മത്സരം നിർത്തുമ്പോൾ ഇന്ത്യ 164-5 എന്ന നിലയിൽ ആയിരുന്നു. 153-2 എന്ന നിലയിൽ നിന്നും 159-5 എന്ന വൻ തകർച്ചയിലേക്കാണ് ഇന്ത്യ വീണത്. ഇന്നത്തെ മത്സരശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയാണ്: ശരിക്കും നിരാശ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. മികച്ച രീതിയിൽ ബാറ്റിംഗ് ചെയ്യണമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ 6ാം നമ്പറിൽ രോഹിത്തിനെ ഇറക്കാൻ ആയിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ 6ാം നമ്പറിൽ ഇറങ്ങിയ ഇന്നിംഗ്സുകളിൽ ഒന്നും തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മാറ്റം ആയിട്ട് ഓപ്പണിംഗ് ഇറക്കിയത്. പക്ഷേ വിചാരിച്ച പോലെ ഓപ്പണിംഗ് ചെയ്യാൻ രോഹിത്തിന് സാധിച്ചില്ല. അത് രോഹിത്തിന്റെ തെറ്റ് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ഇന്നിംഗ്സുകളിലായി രോഹിത്തിന്റെ പ്രകടനം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ രോഹിത്തിന് പകരം മറ്റൊരു പ്ലെയറെ ടീമിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇനി അതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. നല്ല ഫോമിൽ ഉള്ള ഒരുപാട് പേർ ടീമിന് പുറത്തുണ്ട്. അവർക്കും ഒരു അവസരം നൽകണമല്ലോ. കൂടാതെ ബാറ്റിംഗിൽ ജയ്സ്വാൾ നന്നായി തന്നെ പെർഫോം ചെയ്തു. അവന്റെ ഇന്നിംഗ്സ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ആ റൺഔട്ട് അത് ഒരു അനാവശ്യ റൺഔട്ട് ആയിരുന്നു. വിരാട് കോഹ്ലി കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷേ അത് ഒഴിവാക്കാമായിരുന്നു. ഒരുപക്ഷേ ആ റൺഔട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ജയ്സ്വാൾ മികച്ച രീതിയിൽ തന്നെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചേനെ. ആ വിക്കറ്റിന് ശേഷമാണ് പിന്നാലെ തുടരെ വിക്കറ്റുകൾ പോയത്. അത് വിരാടിന്റെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. എന്തായാലും നാളത്തെ മത്സരത്തിൽ ജഡേജയും പന്തും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും വിചാരിച്ചാൽ മികച്ച റൺസ് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ മത്സരം ഇന്ത്യ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നും ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന തുടക്കത്തിൽ തന്നെ മികച്ച ഒരു സ്കോറിലേക്ക് പോകുകയായിരുന്നു. അനാവശ്യമായി വന്ന ഒരു റൺഔട്ട് ആണ് ഇന്ത്യയെ ഇത്രയും വലിയ ഒരു വീഴ്ചയിലേക്ക് കൊണ്ടുപോയിട്ടത്. എന്തായാലും നാളത്തെ മത്സരത്തിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഈ മത്സരത്തിലേക്ക് ഇന്ത്യക്ക് തിരിച്ചുവരാൻ സാധിക്കുന്നതാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.